ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. നമുക്കറിയാം മഹീന്ദ്രയുടെ പുതിയ താർ 5 ഡോർ ലോഞ്ചിന് ഇനിയിപ്പോൾ അധികം കാലമൊന്നുമില്ല, കുറച്ച് മാസങ്ങളോട് വെയിറ്റ് ചെയ്താൽ മതി. പക്ഷേ എന്നാൽ ലോഞ്ചിന് മുമ്പായിട്ട് തന്നെ ഈ വാഹനത്തിന് ഇഷ്ടംപോലെ സ്പൈ ഷോട്ട്സ് ഒക്കെ ഇപ്പോഴും വരുന്നുണ്ട്. മഹീന്ദ്രയുടെ മിക്ക വണ്ടികളും ലോഞ്ചിന് മുമ്പ് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. എന്തായാലും നമുക്കിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഈ വാഹനത്തെ പറ്റി കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങളൊരു പക്ഷേ ഈ വാഹനത്തിൻ്റെ പേരറിഞ്ഞ് കാണുമായിരിക്കും. മഹീന്ദ്രയുടെ അടുത്ത് താർ അർമാഡ എന്ന് പറയുന്ന ഒരു പേര് ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായും നമുക്ക് മിക്കവാറും 5 ഡോർ താറിൻ്റെ പേര് അർമാഡ എന്ന് തന്നെ വരാനാണ് സാധ്യതയുള്ളത്. പണ്ടിങ്ങനെ ഒരു മോഡൽ ഇവർക്ക് ഉണ്ടായിരുന്നു. മഹീന്ദ്രയുടെ കൈൻഡ് ഓഫ് ഒരു പ്രീമിയം ലൈനപ്പിൽ, അന്നത്തെ കാലത്താണ് കേട്ടോ, അത് ഓർക്കണം. ആ സമയത്ത് ഒരു പ്രീമിയം ലൈനപ്പിൽ നിന്നിരുന്ന വാഹനത്തിൻ്റെ പേരായിരുന്നു അർമാഡ. അത് അവർ വീണ്ടും ഈ ഒരു മോഡലിലൂടെ താർ 5 ഡോറിലൂടെ തിരിച്ചു കൊണ്ടുവരികയാണ് എന്ന് നമുക്ക് പറയാം. എന്തായാലും ഡിസൈനിൻ്റെ കാര്യത്തിൽ നോർമൽ 3 ഡോർ താർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കരമായ ഡിഫറൻസ് ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഗ്രില്ല് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് വ്യത്യാസം കാണാം. അതുപോലെ തന്നെ താർ 3 ഡോറിൽ അവർ നോർമൽ ഹാലജൻ ലൈറ്റ്സ് ഒക്കെയാണ് കൊടുത്തത്. പക്ഷേ ഈ വാഹനത്തിൻ്റെ ലൈറ്റ്സ് നോക്കിയാൽ മനസ്സിലാവും കംപ്ലീറ്റ്ലി LED സെറ്റപ്പിലേക്കാണ് ഇതിനകത്ത് മഹീന്ദ്ര പോയിരിക്കുന്നത്. ഫോഗ് ലാംപ്സ് ഒക്കെ ഉണ്ട്. അത് മിക്കവാറും ചിലപ്പം നോർമൽ താറ് പോലെ തന്നെ ഹാലജൻ ആയിരിക്കും. കാരണം നമുക്കറിയാം കുറച്ചൊക്കെ ഈ സ്നോ അല്ലെങ്കിൽ മഞ്ഞുള്ള സ്ഥലത്തൊക്കെ വിസിബിലിറ്റി നല്ലത് നമുക്ക് നോർമൽ ഹാലജൻ ലൈറ്റ്സിൽ തന്നെ ആയിരിക്കും. വൈറ്റ് ലൈറ്റ്സ് ആകുമ്പോൾ അത്ര നല്ല വിസിബിലിറ്റി ആയിരിക്കില്ല. പിന്നെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പ്ലേസ്മെൻ്റ് ഒക്കെ അവിടെ തന്നെ നോർമലി 3 ഡോർ താറിൽ ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെയായിട്ടാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ബാക്കി സൈഡ് പ്രൊഫൈലിൻ്റെ ഡിസൈനൊക്കെ എക്സാക്ട്ലി സെയിം ആണ്. ഓക്കെ, ഡിസൈൻ സെയിം ആണെന്ന് പറയുമ്പോൾ ഡിസൈൻ മാത്രമേ സെയിം ഉള്ളൂ. ലെങ്ത്ത് കൂട്ടിയിട്ടുണ്ട്. 300 മില്ലിമീറ്റേഴ്സിനടുത്ത് ലെങ്ത്ത് കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഓൾമോസ്റ്റ് 4.3 മീറ്റേഴ്സിനടുത്തായിരിക്കും ഈ വാഹനത്തിന് ലെങ്ത്ത് വരുന്നത്. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് നമ്മുടെ ഒരു ക്രെറ്റ, സെൽട്ടോസ് അതിൻ്റെയൊക്കെ സൈസിനടുത്ത് വരും. ബാക്കിൽ വലിയ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. നമ്മുടെ 3 ഡോർ താർ എങ്ങനെയാണോ കാണാനിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു വാഹനം കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ ടെയിൽ ലാംപ്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഓൾറെഡി താറിൽ LED ടെയിൽ ലാംപ്സ് ബാക്കിൽ അവൈലബിൾ ആയിരുന്നു. ഈ മോഡലും സെയിം ടെയിൽ ലാംപ്സ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ സ്പെയർ വീലൊക്കെ ഇപ്പോഴും ബൂട്ടിൻ്റെ ആ ഒരു ഡോറിൽ തന്നെയാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോഴും നമുക്ക് ഇതിൻ്റെ ബൂട്ടിൻ്റെ ഗ്ലാസ് ഇൻഡിവിജ്വലായിട്ട് തന്നെ തുറക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതല്ലാണ്ട് ബൂട്ട് ഫുള്ളായിട്ട് തുറക്കാനുള്ള ഓപ്ഷനും ഇതിൻ്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആണ്. മെയിൻ സംഭവം ഇതിൻ്റെ അകത്ത് 5 ഡോറുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം 3 ഡോർ താറിൽ എല്ലാവരും ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നത് സെക്കൻഡ് റോയിലേക്ക് കയറാനാണ്. ഫാമിലി വണ്ടിയായിട്ടൊക്കെ ഉപയോഗിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സംഭവം വണ്ടി ഓടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ടൗണിലൊക്കെ ഓട്ടോമാറ്റിക് ആണെങ്കിലും നമുക്ക് അത്യാവശ്യം സുഖമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും, വണ്ടിയുടെ ആ ഒരു ബൾക്കി സൈസ് മാറ്റി നിർത്തിയാൽ. പക്ഷേ ബാക്കിലേക്ക് കയറുന്ന ചടങ്ങായിരുന്നു. കാരണം ഫ്രണ്ടിലത്തെ സീറ്റ് ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് വേണം കയറാൻ. അല്ലാണ്ട് ഫുള്ള് ഫ്ലാറ്റ് ഫോൾഡ് ആവുന്ന പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് ആ ചെറിയ ഗ്യാപ്പിൻ്റെ അകത്തോടെ അകത്തേക്ക് കയറിയാൽ തന്നെ അധികം സ്പേസ് ഇല്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ വാഹനത്തിൽ അവരത് ഒരു പരിധി വരെയൊക്കെ സോർട്ട് ഔട്ട് ചെയ്യും എന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ ഇതിൻ്റെ അലോയ്സിൻ്റെ ഡിസൈനൊക്കെ ഈ അടുത്ത് ലീക്കായി വന്നിട്ടുണ്ടായിരുന്നു. 5 സ്പോക്ക് അല്ല, മൾട്ടി സ്പോക്ക് അലോയ് വീൽസ് പോലെ തന്നെയാണ് തോന്നുന്നത്. ടെസ്റ്റിംഗ് മോഡലൊക്കെ അവർ ആക്ച്വലി ഇതിൻ്റെ നടുവിലുള്ള ഗ്യാപ്പൊക്കെ കവർ ചെയ്ത് ഒരു പഴയ ഡിസൈനുള്ള 5 സ്പോക്ക് അലോയ്സ് പോലത്തെ സാധനമാണ് കാണിച്ചത്. എന്തായാലും ഇങ്ങനെയാണ് അലോയ്സിൻ്റെ ഡിസൈൻ വരാൻ പോകുന്നത്. ആൻഡ് വലിയ ടയറാണത്. 19 ഇഞ്ച് വീൽസാണ് അവർ കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ 3 ഡോർ താറിൽ 18 ഇഞ്ചാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ 19 ഇഞ്ചാണെന്ന് തോന്നുന്നില്ല. വണ്ടിയുടെ ടോട്ടൽ സൈസൊക്കെ വെച്ച് നോക്കുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ പെട്ടെന്ന് ഫീൽ ചെയ്യാത്തത്. പിന്നെ എന്തായാലും ടയറിന് നല്ല ക്രോസ് സെക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ വരുന്ന താറിന് നല്ല ക്രോസ് സെക്ഷൻ ഉണ്ട്. ഇത് 19 ഇഞ്ച് ആയതുകൊണ്ട് 265, 275 വരെ ചിലപ്പോൾ പോയേക്കാം. ഇപ്പോഴത്തെ താറിന് തന്നെ 255 ഉണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഫൈനലി ബാക്കിൽ ക്യാമറ അവൈലബിൾ ആണ്. ചില റൂമേഴ്സ് അനുസരിച്ച് ഈ വാഹനത്തിൽ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ വരും എന്നൊക്കെ പറയുന്നുണ്ട്. വരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം ഓഫ് റോഡിങ് ടൈമിലൊക്കെ നമുക്ക് അത് അത്യാവശ്യം ഹെൽപ്ഫുൾ ആയേനെ. അറ്റ്ലീസ്റ്റ് ബാക്ക് ക്യാമറ വരികയാണെങ്കിൽ അത് നല്ലതാണ്. നമുക്ക് ഇപ്പോഴത്തെ താറിൽ ബാക്കിൽ ക്യാമറ ഇല്ല. പിന്നെ റൂഫിലേക്ക് നോക്കിയാൽ തീർച്ചയായും സൺറൂഫ് കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ റൂഫ് കംപ്ലീറ്റ്ലി മെറ്റലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെയൊരു പ്രോപ്പർ സിംഗിൾ പെയിൻ സൺറൂഫാണ്. പാനോറാമിക് ഒന്നുമല്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് അവർക്കൊരു നോർമൽ സൺറൂഫ് ഇതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് തീർച്ചയായും മെറ്റൽ റൂഫ് ആയതുകൊണ്ട് തന്നെയാണ്. ബാക്കി സാധനങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. ഇപ്പം റൂഫ് റെയിൽസും സംഭവങ്ങളൊന്നും ഒറ്റ നോട്ടത്തിൽ കാണാനില്ല. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് മെയിൻ വ്യത്യാസം വരുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. സീറ്റ് ബെൽറ്റ്സിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റിന് ഡിസൈനിലൊന്നും വ്യത്യാസം വരുത്തിയിട്ടില്ല. നമുക്ക് 3 ഡോർ താറിൽ കിട്ടുന്ന സെയിം സീറ്റ് തന്നെയാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ മൊത്തത്തിലുള്ള ഡാഷ്ബോർഡ് ലേഔട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ആണ് എന്ന് പറയും. പക്ഷേ കുറച്ച് ഫീച്ചേഴ്സിലൊക്കെ വ്യത്യാസമുണ്ട്. ഫോർ എക്സാമ്പിൾ സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ അവർ മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ അടുത്ത് XUV 700 അതുപോലെ സ്കോർപിയോ N തുടങ്ങിയ വണ്ടികളൊക്കെ കണ്ട സെയിം ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സ്കോർപിയോനിലൊക്കെ അവർ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് കൊടുത്ത പോലെ തന്നെ ഈ വാഹനത്തിൻ്റെയും അറ്റ്ലീസ്റ്റ് ടോപ്പ് സ്പെക് വേരിയൻസിലെങ്കിലും ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് വരുമായിരിക്കുന്നു, കൂടുതൽ കംഫർട്ട് കിട്ടാനായിട്ട്. സ്കോർപിയോ എന്നൊക്കെ അത്യാവശ്യം ലാഡ ഫ്രെയിം വണ്ടിയാണ്, ഓഫ് റോഡൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിലും അതിൻ്റെ അകത്ത് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആയതുകൊണ്ട് വണ്ടി മെന്യൂവർ ചെയ്യാനൊക്കെ ഭയങ്കര സിമ്പിളാണ്. ഈസി ആയിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ അകത്തും അങ്ങനെ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് വരികയാണെങ്കിൽ നല്ലൊരു അപ്ഗ്രേഡേഷൻ ആയേനെ. കാരണം നമുക്ക് ഈസി ആയിട്ട് വണ്ടി ടൗണിലൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ താറിൽ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. പിന്നെ അതല്ലാണ്ട് നോക്കുകയാണെങ്കിൽ പുതിയ 10.25 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നമുക്ക് ഇതിനകത്ത് കാണാം. ഇപ്പോഴത്തെ 3 ഡോറിനകത്ത്
ഭാഗത്ത് നമുക്ക് 7-inch ഇൻഫോർടൈൻമെൻ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഈ ഒരു വാഹനത്തിൽ വരും എന്ന് പറയുന്നുണ്ട്. സ്കോർപ്പിയോയിലുള്ളതല്ല, ആക്ച്വലി XUV700യിലുള്ള ആ ഫുൾ 10.25 യൂണിറ്റ് ആണ് ഇതിൻ്റെ അകത്ത് ഈ അടുത്ത് സ്പൈ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് തന്നെ വരികയായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. പിന്നെ ഇതിൻ്റെ അകത്ത് ഡ്യുവൽ സോൺ ഓട്ടോ AC വരും എന്നുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് തുടങ്ങിയ ഫീച്ചേഴ്സ് വരും എന്നും പറയുന്നുണ്ട്. സ്റ്റിയറിംഗ് വീൽ നമുക്ക് മറ്റേ XUVയുടെ സെയിം സാധനം തന്നെ കിട്ടുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ, സ്റ്റിയറിംഗ് മോണോ, ഓഡിയോ കൺട്രോൾസ് ഒക്കെ തീർച്ചയായും അതിൻ്റെ അകത്ത് ഇൻബിൽട്ട് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് നമുക്ക്. ഏതായാലും ഇത്രയും ഫീച്ചേഴ്സൊക്കെ കൂടുതൽ കൊടുത്ത സ്ഥിതിക്കാണെന്ന് തോന്നുന്നു. അവർ ഡാഷ്ബോർഡ് ഡിസൈനിൽ ഒരുപാട് പണിയാനൊന്നും പോയിട്ടില്ല. അതിൻ്റെ ഒരു ലേ ഔട്ടൊക്കെ സെയിം ആണ്. പിന്നെ AC വെൻസിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ, ലെഫ്റ്റ് സൈഡിലുള്ള പാസഞ്ചർ സൈഡിൻ്റെ ഫ്രണ്ടിലുള്ള ഡാഷ്ബോർഡ് ലേ ഔട്ട്, ഈ സാധനങ്ങളൊക്കെ സെയിം ആണ്. നമുക്ക് ഇതിനകത്ത് കളർ തീമിൽ വ്യത്യാസം വരും എന്നേ ഉള്ളൂ. ഒന്നെങ്കിൽ ബ്രൗൺ ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷൻ, അല്ലെങ്കിൽ ഫുൾ ബ്ലാക്കിൻ്റെ കോമ്പിനേഷൻ. അതാണ് Thar 5-doorൽ വരാൻ പോകുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഡാഷ്ബോർഡൊക്കെ ഈ അടുത്തായിട്ട് ലീക്കായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ഫാക്ടറിയിൽ നിന്നൊക്കെ. പിന്നെ റൂഫ് ലൈനിങ് പോലുള്ള സാധനങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞില്ല, മെറ്റൽ റൂഫാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റൂഫ് ലൈനിങ് ഉണ്ട്. അതൊരു ബേസ് കളർ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മറ്റേ സൺഗ്ലാസ് ഹോൾഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരിപ്പോഴും ഇതിനകത്ത് ഓട്ടോ ഡിമിങ് IR beams കൊടുത്തിട്ടില്ല. അത് ഈവൻ XUV700 ആദ്യം വന്നപ്പോൾ കൊടുത്തില്ല, സ്കോർപ്പിയോ വന്നപ്പോൾ കൊടുത്തില്ല. പക്ഷേ XUV300യിൽ ഈ ഫീച്ചർ ഉണ്ട്. അതായത് മഹീന്ദ്രയുടെ കുറച്ചുകൂടി എൻട്രി ലെവലിൽ നിൽക്കുന്ന വാഹനത്തിലുണ്ട്. പക്ഷേ പ്രീമിയം റേഞ്ചിൽ നിൽക്കുന്ന വണ്ടികളിൽ നോർമലി ഈ ഫീച്ചർ ഇപ്പോൾ കൊടുത്തു വരാറില്ല. എന്താണാവോ, കുറച്ച് നേരം കഴിയുമ്പോൾ കൊടുക്കുമായിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് റൂഫ് മൗണ്ടഡ് ആയിട്ടുള്ള മറ്റേ സ്പീക്കറിൻ്റെ സെറ്റപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബാക്ക് സീറ്റിലേക്ക് വരികയാണെങ്കിൽ അതാണല്ലോ മെയിൻ സംഭവം. ആ സീറ്റ് മാറിയിട്ടുണ്ട്. പണ്ടത്തെ 3-door Tharൻ്റെ സീറ്റ് അവർക്ക് തീർച്ചയായും എടുത്ത് വെക്കാൻ പറ്റില്ല. കാരണം അത് ഭയങ്കര നാരോ ആയിട്ടുള്ള സീറ്റാണ്. അതിൻ്റെ അകത്താകെ 2 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ 3 പേർക്ക് ഇരിക്കാൻ പറ്റും. ഫ്രണ്ടിൽ നമുക്ക് ആംബ്രസ്റ്റ് അവൈലബിൾ ആണ് ഡ്രൈവറിന്. അതുപോലെ തന്നെ ബാക്കിൽ AC വെൻസ് കൊടുത്തിട്ടുണ്ട്. ചാർജിങ് പോയിൻ്റ് ഒക്കെ എൻ്റെ താഴത്ത് കണ്ടിട്ട് എനിക്കുണ്ടെന്ന് തോന്നുന്നു. പിന്നെ സീറ്റ്സ് ആണെങ്കിലും നമുക്ക് 60-40 റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവർ ആദ്യമായിട്ട് ബാക്കിൽ ആംബ്രസ്റ്റ് Tharൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ അവൈലബിൾ ആണ്. നടുവിലും ചെറിയൊരു ഹെഡ് റെസ്റ്റ് പോലത്തെ സംഭവം ഫിക്സ്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രോപ്പർ ഹെഡ് റെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ഹെഡ് റെസ്റ്റേ ഇല്ലാത്തതിൽ നല്ലതാണ് ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നത്. അതുപോലെ സെൻറ്റർ പാസഞ്ചറിന് പ്രോപ്പർ 3-point സീറ്റ് ബെൽറ്റിൻ്റെ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അത്യാവശ്യം നല്ല കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മളൊരു എന്താ പറയുന്നത്, ഒരു റഗ്ഗഡ് ആയിട്ടുള്ള വാഹനം, ഓഫ് റോഡ് സെൻട്രിക് ആയിട്ടുള്ള ഒരു വാഹനത്തിൽ ഇത്തരത്തിലുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് കൊടുക്കുമ്പം നല്ലൊരു കാര്യം തന്നെയാണ് എന്ന് പറയാം. ഇനി വേറൊരു അത്യാവശ്യമായിട്ടുള്ള ഫീച്ചർ ഇതിനകത്ത് ആഡ് ആയിരിക്കുന്നത് നമുക്ക് ഇനി മുതൽ അകത്തുനിന്ന് തന്നെ ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പണ്ട് ഈ സംഭവം ഇല്ലായിരുന്നു. നമ്മൾ കീ മറ്റേ പെട്രോൾ അടിക്കാൻ, ഡീസൽ അടിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഊരിയവരുടെ കയ്യിൽ കൊടുക്കണം, എന്നാലേ കീ വെച്ച് നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. അത് കുറേ പേരൊക്കെ കൺവേർട്ട് ചെയ്ത് മാറ്റും അകത്തും ചെയ്യാൻ പറ്റുന്ന പോലെ. പക്ഷേ ഫാക്ടറിയിൽ നിന്ന് വരുന്നത് നമുക്ക് കീ ഇട്ട് തന്നെ തുറക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു. എനിവേ അത് ഫൈനലി പോയിട്ടുണ്ട്. അതവർ മറ്റേ റഗ്ഗഡ് ആക്കാനുള്ള അപ്പീലിന് കിട്ടാൻ വേണ്ടി പണ്ടത്തെ Tharൻ്റെ ഒരു ലെഗസി പോലെ കൊണ്ടുവന്നതാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. പക്ഷേ അവരത് കൊണ്ടുവന്നു. പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് മാറ്റിയിട്ടുണ്ട്. എഞ്ചിനൊക്കെ സെയിം നമുക്ക് ഇപ്പോഴത്തെ Tharലും സ്കോർപ്പിയോയിലും XUV700 കിട്ടുന്ന 2.2 ഡീസൽ, പിന്നെ 2 ലിറ്റർ M സ്റ്റാലിൻ പെട്രോൾ. അത്രയൊക്കെ ഉള്ളൂ. പവറിൻ്റെ കാര്യം പെട്രോൾ ചിലപ്പോൾ 200 PS 380 Nm ആ ഒരു ഫോമാറ്റിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഡീസൽ പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ XUV700യുടെ ബേസ് മോഡലിൽ ഒരു 155 bhpയുടെ ഒരു വേരിയൻ്റ് അവൈലബിൾ ആണ്. അതായത് ആ എഞ്ചിൻ്റെ ഒരു ട്യൂണിങ് ഫോമാറ്റ് അത് ചിലപ്പോൾ കിട്ടാം. അല്ലെങ്കിൽ നമുക്ക് Thar 3-doorലുള്ള 130 bhp ചിലപ്പോൾ കിട്ടാം. പക്ഷേ എനിക്ക് തോന്നുന്നു അത് കുറച്ച് അണ്ടർപവേർഡ് ആയിരിക്കും. അതുകൊണ്ട് അവർ ഇത്തിരി കൂടെ കൂട്ടാനാണ് സാധ്യതയുള്ളത്. പിന്നെ ഉള്ളത് സ്കോർപ്പിയോ എന്നിൻ്റെ ട്യൂണിംഗ് ആണ്. അതിന് ടോപ്പ് എൻഡിൽ നമുക്ക് 175 bhp ഒക്കെ അവൈലബിൾ ആണ്. എനിവേ കാത്തിരുന്ന് കാണാം എന്ത് ട്യൂണിങ്ങിലാണ് ഇതിൻ്റെ ഡീസൽ എഞ്ചിൻ്റെ പവറൊക്കെ വരാൻ പോകുന്നത്. അതാണ് Thar 5-doorൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഓർ Thar Armada'യുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.